ഹലോ ഫ്രണ്ട്സ്, ഇപ്പോഴത്തെ കാലത്ത് മിക്ക ആൾക്കാരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണല്ലോ അകാലനര എന്നുള്ളത്. സ്കൂളിൽ പോകുന്ന കുട്ടികൾ, അതുപോലെ ഓഫീസിൽ പോകുന്നവർ, ടീച്ചേഴ്സ്, ഇങ്ങനെ മിക്ക ആൾക്കാരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം തന്നെയാണ് അകാലനര എന്നുള്ളത്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ പലതരത്തിലുള്ള ഡൈ ഒക്കെ ഉപയോഗിച്ചിട്ട് പരാജയപ്പെട്ടിരിക്കുമായിരിക്കും. പക്ഷേ ഈ തരത്തിലൊന്ന് നോക്ക്, എന്നിട്ട് നല്ല റിസൾട്ട് കിട്ടുന്ന ഹെയർ ഡൈ ആണേ. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ഓൾ ഓപ്ഷൻ കൊണ്ട് തന്നെ വിളിച്ച് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയിലേക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുതേ. ആദ്യത്തെ ടിപ്പ്, അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് അതിലോട്ട് ഒരു 3/4 ടീസ്പൂണോളം അജുവിൻ സീഡാണ്, അതായത് അയമോദകമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് ഗ്യാസിലോട്ട് വെച്ച് കൊടുത്ത് അടച്ചു വെച്ച് നമുക്കത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ദഹന പ്രശ്നങ്ങൾ, ഗ്യാസ്, ചുമ, ജലദോഷം ഇവയ്ക്കൊക്കെ നല്ല ഫലപ്രദമായ ഒന്നാണ് ഈ അജ്വിൻ സീഡ്. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അരിച്ച് മാറ്റാം. ആയുർവേദത്തിൽ ഇത് പ്രധാനപ്പെട്ട ഒരു മരുന്നാണ്. വയറ് വീർക്കുന്നത്, അതുപോലെ ഗ്യാസ്, ആസിഡിറ്റി, ഇതിനൊക്കെ നമുക്ക് ഇത് വെള്ളത്തിലിട്ട് തിളപ്പിച്ചുള്ള വെള്ളം കുടിക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിനി എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഈ വെള്ളം തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് തലയിൽ ഒരു സ്പ്രേ ബോട്ടിൽ ഒഴിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് മുടി വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ മുടിയുടെ വേര് മുതൽ നല്ല സ്ട്രോങ് ആയി വളരുന്നതിനും മുടി ഒഴിച്ചിലൊക്കെ മാറുന്നതിനൊക്കെ സഹായിക്കുന്നതാണ്. അടുത്ത രണ്ടാമത്തെ ടിപ്പ്, അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ടൂത്ത് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ചൂടുവെള്ളമാണ്, ചെറിയ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ആ വെള്ളത്തിൽ നന്നായിട്ട് ആ ടൂത്ത് പേസ്റ്റ് ഒന്ന് അലിഞ്ഞ് വരണം. അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം. ഇപ്പോഴും വളരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. എന്നിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ടൂത്ത് പേസ്റ്റും വെള്ളമൊക്കെ കൂടുതലെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കഞ്ഞിവെള്ളമാണ്. അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കുന്ന നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ് ഉണ്ടാക്കുന്നത്. പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് വിനീഗറാണ്. അപ്പോൾ അതിലോട്ട് കുറച്ച് വിനീഗരോട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു 100% റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ്. അപ്പോൾ അതിലോട്ട് ബർണറിൻ്റെ ആ ക്യാപ്പ് അതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. നമുക്ക് എന്താണോ കഴുകേണ്ടത് അപ്പോൾ അതിൻ്റെ ആവശ്യം അനുസരിച്ച് നമുക്ക് കൂടുതൽ സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതിൽ വേണമെങ്കിൽ നമുക്ക് ബേക്കിംഗ് സോഡയൊക്കെ ഇടാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് അതൊന്നും ഇട്ടിട്ടില്ല. ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് ഗ്യാസ് സ്റ്റോപ്പ്, അതുപോലെ സിങ്ക്, വാഷ് ബേസിനോ ബാത്റൂം ഒക്കെ നമുക്ക് കഴുകിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ആവശ്യമനുസരിച്ച് നമ്മൾ കൂട്ടി സൊല്യൂഷൻ ഉണ്ടാക്കിയാൽ മതി. നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ സൊല്യൂഷനിൽ ആ ബർണറിൻ്റെ ക്യാപ്പ് ഇട്ട് കൊടുത്ത് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. എന്നിട്ടത് ഉണങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാനും മറന്നു പോകരുത്. അതുപോലെ ഈ ടിപ്പ് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുതേ. അടുത്ത മൂന്നാമത്തെ ടിപ്പ്, അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന അയമോദകം തന്നെയാണ്. അതൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലോട്ട് പിന്നെ 2 ടീസ്പൂണ് തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അയമോദകത്തിൽ അടങ്ങിയിരിക്കുന്ന തൈമോള്, ആൻറ്റി ഓക്സിഡൻറ്റുകൾ, വൈറ്റമിൻ സി ഇവ മുടിയുടെ ആരോഗ്യത്തിന് വളരെ ഗുണകരമാണ്. മുടി നേരത്തെ നരയ്ക്കുന്നത് തടയാൻ അയമോദകം സഹായിക്കുന്നുണ്ട്. മുടി വേരുകളെ ബലപ്പെടുത്തി മുടി കൊഴിച്ചിൽ തടയുന്നതിന് സഹായിക്കുന്നുണ്ട്. അതുപോലെ അയമോദകത്തിന് ആൻറ്റി ഫംഗൽ ഗുണമുള്ളതുകൊണ്ട് തലയിലെ താരൻ, ചൊറിച്ചിൽ, മറ്റ് അണുബാധകളൊക്കെ അകറ്റുന്നതിന് സഹായിക്കുന്നുണ്ട്. അയമോദകം തൈര് ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് തലയിൽ ഇത് ഹെയർ മാസ്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ അയമോദകവും തൈരും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഹെയർ മാസ്കായിട്ട് നമുക്ക് തലയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് മുടി നല്ല ശക്തിപ്പെടുത്തുകയും നല്ല മിനുസമുള്ളതാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലുള്ള ഹെയർ മാസ്ക്, ഹെയർ ഓയിൽ, ഹെയർ ഡൈ ഒക്കെ ഒരുപാട് അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മുടിയുടെ നേച്ചർ അനുസരിച്ച് നമുക്ക് ഇതുപോലെ ഹെയർ ഡൈ, ഹെയർ ഓയിൽ, ഹെയർ മാസ്ക് ഒക്കെ ഉണ്ടാക്കി ഉപയോഗിക്കാവുന്നതാണ്. നാലാമത്തെ ടിപ്പ്, അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് കടുകെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഒരു 3/4 ടീസ്പൂണോളം അയമോദകം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇപ്പോൾ ഒരു തവ ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട്. ഗ്യാസ് ഓണാണ്, മീഡിയം ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ ആ എണ്ണ പാത്രം അതിലോട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഇടയ്ക്ക് സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഇട്ടുകൊണ്ടിരിക്കാം. ഇങ്ങനെ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ എണ്ണയിലോട്ട് നമ്മുടെ ആ അയമോദത്തിൻ്റെ ഗുണം എല്ലാം ഇറങ്ങി കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നന്നായിട്ട് അത് എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അങ്ങനെ നന്നായിട്ട് ആ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫാക്കി ഇത് തണുക്കാനായിട്ട് വെക്കാവുന്നതാണ്. തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് അരിച്ചൊരു പാത്രത്തിൽ ഗ്യാസ് കണ്ടെയ്നറിനകത്ത് സൂക്ഷിച്ചെടുത്ത് വെക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ഇത് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ഉപയോഗിക്കാം. ഇങ്ങനെ അയമോദത്തിൻ്റെ എണ്ണ ഉണ്ടാക്കി നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മുടിക്ക് നല്ല തിളക്കം വരുന്നതിനും അകാലനര തടയുന്നതിനും സഹായിക്കുന്നതാണ്. അടുത്ത 5ാമത്തെ ടിപ്പ്, അതിന് വേണ്ടിയിട്ട് ഒരു കോട്ടൺ ബോൾ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് നിവർത്തി എടുക്കുന്നുണ്ട്. എടുത്ത കോട്ടൺ ബോളാണെങ്കിൽ അത് നിവർത്തി നല്ല തിൻ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഒരു ഷീറ്റ് പോലെ വരുന്ന അങ്ങനെ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വേറൊരു ചെറിയൊരു പോർഷൻ കൂടെ കോട്ടൺ വെച്ചിട്ട് ഒരു ഷീറ്റ് പോലെ കട്ടി കുറഞ്ഞ് എടുക്കുന്നുണ്ട്. പിന്നീട് അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അജ്വിൻ സീഡാണ്. അതിലേക്ക് കുറച്ച് അജ്വിൻ സീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് വെച്ച് കൊടുക്കുന്നത് 4 ഗ്രാമ്പും അതുപോലെ കറുവപ്പട്ട ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അതുകൂടെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ചുരുട്ടിയെടുക്കുന്നുണ്ട്. ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ ചുരുട്ടിയെടുക്കാവുന്നതാണ്. എന്നിട്ട് ഒരു മൺചിരാത് എടുത്തിട്ടുണ്ട്, അതിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി അതിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കടുകെണ്ണയാണ്. അപ്പോൾ കടുകെണ്ണ കുറച്ചായിട്ട് അതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കടുകെണ്ണയ്ക്ക് പകരം നമുക്ക് വെളിച്ചെണ്ണയോ നെയ്യോ ഉപയോഗിക്കാവുന്നതാണ്. ഈ രീതിയിൽ എടുത്തിട്ടുണ്ട്. പിന്നീട് അതിൻ്റെ ചുറ്റിനും ഒരേ വലുപ്പത്തിലുള്ള പാത്രം കമത്തി വെക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് കത്തിച്ച് കൊടുക്കുന്നുണ്ട്. കത്തിച്ച് കൊടുത്തിട്ട് ഒരു പാത്രം എടുത്തിട്ട് ഇതേപോലെ കമത്തി ഒന്ന് വെക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കമത്തി വെക്കുന്നത് അത് കത്തുന്നുണ്ടെങ്കിൽ അതിലെ കരിയാണെങ്കിൽ നമ്മുടെ ആ പാത്രത്തിൽ കളക്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ തന്നെ അത് കത്തി തീർന്നിട്ടുണ്ട്. എന്നിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ പാത്രം എടുത്ത് മാറ്റുന്നുണ്ട്. പാത്രം എടുത്ത് മാറ്റുന്നത് കാണാം, അതിൽ ആ കരി കളക്ട് ചെയ്തിട്ടുണ്ട്. ഈ രീതിയിലാണ് നമ്മൾ പണ്ട് തൊട്ടേ കൺമഷിയൊക്കെ ഉണ്ടാക്കുന്നത്. കുറച്ച് കയ്യിലെടുത്തിട്ട് ഞാൻ കയ്യിലും തൂത്ത് കാണിക്കുന്നുണ്ട്. തൂത്ത് കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലതായിട്ട് തന്നെ നല്ല കളറോട് കൂടിയ ഒരു ഹെയർ ഡൈ ആണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇത് നമുക്ക് പുറത്തൊക്കെ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഹെയർ ഡൈ ആണ്. ഇത് ഇങ്ങനെ തന്നെ നമുക്ക് മുടിയിൽ തൂത്ത് കൊടുക്കാം. തൂത്ത് കൊടുത്താൽ നല്ല കളറോടുകൂടി ആ മുടിയിൽ അത് പിടിച്ചിരിക്കും. ഒട്ടും ഒലിച്ചൊന്നും പോകത്തില്ല, പടന്നൊന്നും പോകത്തില്ല. ഇപ്പോൾ ഞാൻ കയ്യിൽ അത് തൂത്ത് കൊടുത്തിട്ട് ടിഷ്യൂ പേപ്പർ വെച്ച് തൂത്ത് കാണിക്കുന്നുണ്ട്. അതിൽ ടിഷ്യൂ പേപ്പറിലൊന്നും ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. നല്ല രീതിയിൽ തന്നെ നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. മുടിയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പുറത്തൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മുടിയിലൊന്ന് തൂത്ത് കൊടുത്തിട്ട് പെട്ടെന്നൊന്ന് പോയിട്ട് വന്നിട്ട് അത് മുടി അത് കഴുകി കളഞ്ഞാൽ മതി. ഇതിപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ച് അത് കയ്യിലോട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ഒഴിച്ച് കാണിക്കുന്നുണ്ട്, അത് ഒലിച്ചിറങ്ങുന്നൊന്നുമില്ല. അപ്പോൾ വെള്ളമൊക്കെ വീണാലൊന്നും ഒലിച്ചിറങ്ങുകയൊന്നും ചെയ്യത്തില്ല. നമ്മളത് തൂത്ത് കൊടുത്താൽ പോലും അത് പോകുന്നില്ല. പിന്നെ സോപ്പിട്ട് കഴിയലാണ് അത് പോകുന്നത്. കുറച്ച് ഡിഷ് വാഷ് കയ്യിലോട്ട് ഒഴിച്ച് കഴുകി കാണിക്കുന്നുണ്ട്. ആ സമയത്താണ് ആ കളർ മൊത്തം പോയി കിട്ടുന്നത്. അപ്പോൾ നമുക്ക് മുടിയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ ഒലിച്ചിറങ്ങുകയോ പടന്നു പോവുകയോ ഒന്നും ചെയ്യത്തില്ല. നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഹെയർ ഡൈ ആണ്. മാർക്കറ്റിൽ ഇതുപോലുള്ള പ്രൊഡക്റ്റൊക്കെ അവൈലബിൾ ആണ്. ഇത് മുടിയിൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ബ്രഷിലാക്കിയിട്ട് നമുക്ക് ഇത് മുടിയിലോട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഒന്ന് തൂത്തെടുത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ കയ്യിലൊന്ന് ആക്കിയിട്ട് ഒന്ന് പൊട്ട് പോലെ ആക്കിയാൽ മതി. എന്നിട്ട് എവിടെയാണോ നരഭാഗമുള്ളത് അവിടെ ഒന്ന് തൂത്ത് കൊടുത്താൽ മതി, അവിടെ പിടിച്ചിരിക്കും. ഇതിൽ നമ്മൾ കടുകെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. അത് കുറച്ച് കട്ടിയുള്ള എണ്ണയാണ്. അപ്പോൾ ആ ഹെയർ ഡൈയിലും അത് വന്ന് അതിൻ്റെ ആ കട്ടിയായിട്ടുള്ള എണ്ണയായതുകൊണ്ട് ആ ഒരു എണ്ണമയമുണ്ട്. അതൊന്ന് തൂത്ത് കൊടുത്താൽ മതി, അവിടെ മുടിയിൽ ഇത് പിടിച്ചിരിക്കും. ഇപ്പോഴും നമ്മൾ ആ കളക്ട് ചെയ്ത കരിയിൽ നിന്ന് കുറച്ചേ എടുക്കുന്നുള്ളൂ. ഒരു സ്പൂണിൽ എടുത്തിട്ട് വേറൊരു ബൗളിലോട്ട് ഇട്ടിട്ട് ഒന്ന് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച അജ്വിൻ എണ്ണയാണ് 1-2 ഡ്രോപ്പേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് തന്നെ നമുക്ക് കുറേ ദിവസം അപ്ലൈ ചെയ്യാൻ മുടിയിൽ തൂത്ത് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ പുറത്തോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഹെയർ ഡൈ നമ്മൾ ഇതുപോലെ പൊടിയാക്കി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാത്രത്തിനകത്ത് കളക്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു
ഒരു പാത്രത്തിൽ എടുത്തിട്ട് 1-2 ഡ്രോപ്പ് വെളിച്ചെണ്ണ, നമ്മൾ മുടിയിൽ എന്ത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് ആ എണ്ണ 1-2 ഡ്രോപ്പ് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് മുടിയിലൊന്ന് തൂത്ത് കൊടുത്താൽ മതി. അവിടെ നന്നായിട്ട് അത് പിടിച്ചിരിക്കും. ഇപ്പോൾ ഞാൻ ആ അജ്വിൻ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കയ്യിലാക്കിയിട്ടൊന്നൊക്കെ തൂത്ത് കാണിക്കുന്നുണ്ട്. നന്നായിട്ട് കയ്യിൽ അത് പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുടിയിലാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ അത് പിടിച്ചിരിക്കും. നല്ല കളറുമാണ് അതിന് കിട്ടിയിരിക്കുന്നത്. ഒരു പൊട്ട് പോലെ കയ്യിലോട്ട് ഇതെടുത്തിട്ട് നമുക്ക് എവിടെയാണ് മുടിയിൽ നരയുള്ള ആ ഭാഗത്ത് നമുക്ക് ഇതൊന്ന് തൂത്ത് കൊടുത്താൽ മതി. ഇത് മുടിയിൽ നന്നായിട്ട് ഇത് ഓയിലി നേച്ചറായിട്ടുള്ളതായതുകൊണ്ട് മുടിയിൽ നന്നായിട്ട് പിടിച്ചിരിക്കും. അങ്ങനെ നമ്മൾ തൂത്ത് കൊടുത്തിട്ട് അതൊന്ന് ഡ്രൈ ആകാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യണം. ഒരു 5 മിനിറ്റോളം ഒന്ന് വെയിറ്റ് ചെയ്യണം. അത് കഴിയുമ്പോഴത്തേനും നല്ല ഡ്രൈ ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് മുടി ഒന്ന് ചീകി വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണോ മുടി കെട്ടുന്നത് ആ രീതിയിൽ വെച്ച് കൊടുക്കാം. നമുക്ക് ഒട്ടും ഒലിച്ചിറങ്ങുമോ ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ ഞാൻ ടിഷ്യൂ വെച്ചിട്ട് തൂത്ത് കാണിക്കുന്നുണ്ട്. ആ ടിഷ്യൂ പേപ്പറിൽ ഒന്നും പിടിച്ചിട്ടില്ല. ഞാൻ കയ്യിലായത് നന്നായിട്ട് റബ്ബ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അത് പടർന്നൊന്നും പോകുന്നില്ല. അത് അവിടെ നമ്മൾ ആ തൂത്ത് കൊടുത്തിട്ട് തന്നെ ആണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ടിഷ്യൂ വെച്ചിട്ടാണെങ്കിലും ഞാൻ തൂത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് പൊടി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നമ്മൾ ഏതെണ്ണയാണോ മുടിയിൽ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് കറ്റാർ വാഴ ജെല്ലുണ്ട്, അതാണെങ്കിലും മിക്സ് ചെയ്തിട്ട് നമുക്ക് മുടിയിൽ ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുത്താൽ മതി. മുടിയിൽ നന്നായിട്ടിരിക്കും. അപ്പോൾ ഞാൻ ആ കളക്ട് ചെയ്ത കരിയാണെങ്കിൽ ഒരു പാത്രത്തിലോട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് മുടിയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് എടുക്കാവുന്നതാണ്. അടുത്ത ലാസ്റ്റ് ടിപ്പ്, അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കോട്ടൺ എടുത്തിട്ടുണ്ട്. ഒരു ഷീറ്റ് പോലെ ആണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് പിന്നെ ഇത് എടുത്തിരിക്കുന്നത് ടൂത്ത് പേസ്റ്റ് ആണ്. അപ്പോൾ ടൂത്ത് പേസ്റ്റ് അതിലോട്ടൊന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഒന്ന് തൂത്ത് കൊടുക്കുക. എന്നിട്ട് അത് ചുരുട്ടി എടുക്കുന്നുണ്ട്. ഇപ്പം കോട്ടന് പകരം നമുക്ക് വേണേൽ ടിഷ്യൂ എടുക്കാം. അതുപോലെ ചെറിയ നൈസായിട്ടുള്ള തുണിയാണെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ആ കോട്ടൺ അങ്ങനെ ചുരുട്ടി എടുത്തിട്ട് അതിൻ്റെ തുമ്പത്തും കുറച്ച് ടൂത്ത് പേസ്റ്റ് ആക്കി കൊടുത്തിട്ട് ഇതേപോലെ ചുരുട്ടി എടുക്കാവുന്നതാണ്. ഇതേപോലെ ഒരു ബോൾ പോലെ ആക്കിയിട്ട് അത് മൺചിരി അതിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നീട് അതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നത് കടുകെണ്ണയാണ്. കടുകെണ്ണയ്ക്ക് പകരം നമുക്ക് വേപ്പെണ്ണയാണെങ്കിലും ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് കർപ്പൂരം ഉണ്ടെങ്കിൽ പൊടിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ എൻ്റെ ഇല്ലാത്ത കാരണം പൊടിച്ചിട്ട് കൊടുത്തിട്ടില്ല. പിന്നെ അത് ഒന്ന് കത്തിച്ച് വെക്കുന്നുണ്ട്. ഇപ്പോൾ നല്ലൊരു വിളക്കായിട്ട് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലൊരു വിളക്ക് ഉണ്ടാക്കിയിട്ട് നമുക്ക് സന്ധ്യാസമയത്തൊന്ന് കത്തിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ ആ സമയത്തുള്ള കൊതുകിൻ്റെയും പ്രാണിയുടെയും ഒക്കെ ശല്യം ഒഴിവാക്കാൻ പറ്റും. ഇതിങ്ങനെ കത്തുമ്പോൾ ഉള്ള സ്മെല്ല് ചെറു പ്രാണികൾക്കൊന്നും ഇഷ്ടമില്ല. ഇന്നത്തെ ടിപ്സ് എല്ലാം എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറന്നുപോലെ, അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത്. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് ഓൾ ഓപ്ഷനോട് തന്നെ വിളിച്ച് ചെയ്ത് വെക്കുക. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.